തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നും കാണാതായ കുഞ്ഞിനെ 2.5 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ കുഞ്ഞിനെയാണ് പുലർച്ചെ കാണാതായത്. ഇന്ന് കുറച്ചു മുൻപാണ് നമ്മൾ ഈ വിവരം അറിയുന്നതും. കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ. പോലീസ് വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ അന്വേഷണവുമായി തുടങ്ങുന്ന ഘട്ടത്തിലാണ് കുഞ്ഞിനെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുന്ന ദുഃഖകരമായ വിവരം നമ്മളിലേക്ക് എത്തുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞാണ്, 2.5 വയസ്സുകാരി ചെറിയ കുഞ്ഞിനെ എന്താണ് കുഞ്ഞിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇവരുടെ മകൾ ദേവേന്ദുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന ദുഃഖകരമായ വിവരം പുറത്തു വരുന്നത്. അച്ഛൻ്റെ കൂടെയായിരുന്നു കുഞ്ഞ് കിടന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആര് കൊണ്ടുപോയി, എന്താണ് കുഞ്ഞിന് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന കാര്യത്തിൽ ആരാണ് പരാതിപ്പെട്ടത്, എപ്പോഴാണിത് ശ്രദ്ധയിൽപ്പെട്ടത്, കുഞ്ഞിനെ ഈ രാവിലെ തൊട്ടടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് എങ്ങനെയാണ് മാതാപിതാക്കൾ അറിയാതെ സംഭവിക്കുക, ഈ മറ്റാരെങ്കിലും ഇവർക്ക് സംശയമുണ്ടോ, ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ തുടങ്ങി പലവിധമായ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ചെറിയ കുഞ്ഞാണ്, 2.5 വയസ്സുള്ള കുഞ്ഞു മകളാണ് ദേവേന്ദു. ആ കുഞ്ഞിനെയാണിപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത്യന്തം ദുഃഖകരമായ വിവരം തന്നെയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ നമ്മൾ കാണുന്നത്. കുറച്ച് മുൻപാണ് ഈ വാർത്ത നമ്മൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തി അന്വേഷണത്തിനൊക്കെ തുടക്കമിടുന്നു എന്ന വിവരമായിരുന്നു പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചത്. പക്ഷേ ഇപ്പോഴാണ് 8:30 ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത പുറത്തു വന്നത്. ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞ് 2.5 വയസ്സുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിന് എന്തു പറ്റിയെന്ന കാര്യത്തിൽ ആണ് ഇനി വ്യക്തത വരേണ്ടത്. അച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഇനി ആരെങ്കിലും അവിടെ നിന്നും മാറ്റി കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തതാണോ, അതോ മറ്റെന്തെങ്കിലും അസ്വാഭാവികതകൾ ഇതിന് പിന്നിലുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ സമീപകാലത്തായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ പല വിധത്തിൽ കാടുകയറി ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അഞ്ജു ജയപ്രകാശുണ്ട്. അഞ്ജു, എന്താണ് അഞ്ജു സംഭവിച്ചത്? നിലവിൽ പുലർച്ചയോടുകൂടി കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കുട്ടിയെ വീട്ടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടി ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കുഞ്ഞ് ഇന്നലെ രാത്രി അച്ഛന്റെ അമ്മയുടെയും ഒപ്പം കിടന്നുറങ്ങിയതായിരുന്നു. അങ്ങനെയാണ് പുലർച്ചയോടെ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാതായി എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും പരാതിപ്പെടുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് കുഞ്ഞിന്റെ മൃതദേഹം തൊട്ടടുത്ത കിണറ്റിൽ കണ്ടെത്തുന്നത്. അവിടെ ഇപ്പോൾ പോലീസ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അവിടെയുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം പുറത്തേക്കെടുത്ത് ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ദുരൂഹത നിറഞ്ഞ സംഭവമാണ്. കുഞ്ഞിനെ കാണാതാവുന്നു, പിന്നീട് വീട്ടിന് തൊട്ടടുത്തുള്ള കിണറ്റിൽ കണ്ടെത്തുന്നു എന്നതാണ് നിലവിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ പുലർച്ചെ 5:30 മണിയോടുകൂടിയാണ് കുഞ്ഞിനെ കാണാതാവുന്നത്. ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ കുഞ്ഞിനെയാണ് പുലർച്ചെ 5 മണിയോടുകൂടി കുഞ്ഞിനെ കാണാതായത്. ആരുടെ ശ്രദ്ധയിലാണ് പെട്ടത്? ആരാണ് പരാതിപ്പെട്ടത്? കുട്ടിയുടെ അച്ഛന്റെ ഒപ്പരമാണ് ഈ കുഞ്ഞ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ എഡിറ്റ് നോക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണാതാവുന്നു, പരിശോധിക്കുന്നു. അങ്ങനെയാണ് തൊട്ടടുത്ത കിണറ്റിൽ പരിശോധനയിലാണ് ഈ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വീട്ടിന്റെ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്ന് ഈ 2 വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ കണ്ടെത്തുന്ന സാഹചര്യം. വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണോ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്? ഒരിക്കൽ കൂടിയേ
ഈ വീട്ടിലെ കിണറ്റിലാണോ കുഞ്ഞിന്റെ ഈ മൃതദേഹം കണ്ടെത്തിയത്? അതെ സേതു, വീട്ടിന്റെ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ്, നെയ്യാറ്റിൻകരയുള്ള ഫയർഫോഴ്സ് സംഘം എത്തി കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് എടുത്തു. ഇപ്പോൾ പുറത്ത് എടുത്ത് ഇൻക്വസ്റ്റ് നടപടി ആരംഭിച്ചു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞാലാണ് സംഭവത്തിലെ ദുരൂഹത നീങ്ങത്തുള്ളൂ.